തുടക്കം മുതൽ ഒപ്പമുള്ളത് ബി.ജെ.പി. മാത്രമാണെന്ന് മുനമ്പം സമരസമിതി നേതാവ് സിജി ജിൻസൺ ജനം ടിവിയോട് പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം പ്രതിഫലിക്കും, മുനമ്പം ആവർത്തിക്കാതിരിക്കാൻ വോട്ട് ചെയ്യണമെന്നും ആഹ്വാനം. മുസ്ലിം ലീഗിനും രൂക്ഷ വിമർശനമുണ്ട്. മുനമ്പം സമരത്തെ പിന്തുണച്ചവർക്കാണ് സമരസമിതിയുടെ പിന്തുണ. തുടക്കം മുതൽ സമരത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നത് ബി.ജെ.പിയാണ്. സമരത്തിന് ജനശ്രദ്ധ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്നും സിജി ജനം ടിവിയോട് പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ നാളെ അവർക്കാണെന്ന് അവർക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് എല്ലാവരും അത് അവരുടെ വോട്ടിൽ കാണിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. കാരണം ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഇലക്ഷൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആര് സഹായിക്കുന്നു അവരെ ഞങ്ങളിനി കാണുള്ളൂ. ബാക്കി ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ കാണില്ല. ഇനി തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉള്ളത് ബി.ജെ.പി. തന്നെയാണ്. കേന്ദ്രമന്ത്രി വന്നതോടെയാണ് കൂടുതലും ഈ സമരം ശ്രദ്ധയിലോട്ട് പോയത്. അപ്പോൾ അതിന്റെ പിന്നിൽ തന്നെ ബി.ജെ.പി. തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ബി.ജെ.പി. നല്ലൊരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. പാലക്കാട് അങ്ങനെ ഒരു സമൂഹമുണ്ട്. അപ്പോൾ ആ സമൂഹം മനസ്സിലാക്കിയാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ എല്ലാവർക്കും രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തെ ഗതി ഇനി അവർക്കായിരിക്കും ഉണ്ടാവുക. മുസ്ലിം ലീഗിനെയും സമരസമിതി രൂക്ഷമായി വിമർശിച്ചു. രാഷ്ട്രീയ നാടകങ്ങൾ ജനം കാണുന്നുണ്ട്. ലീഗിന്റേത് രാഷ്ട്രീയ നാടകമാണെന്നും ലീഗ് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ പ്രഹസനമാണെന്നും സിജി കുറ്റപ്പെടുത്തി. ഇത്ര നാളും ഇല്ലാത്ത വിസിറ്റുകളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. മുസ്ലിം ലീഗ് ഇപ്പം ഉണ്ടായ സംഘടനയല്ല, നേരത്തെ ഉണ്ടായ സംഘടനയാണ്. ഇത്രയും വർഷമായിട്ട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് ഇന്നലെ അറിഞ്ഞു വെക്കണതല്ലോ. അപ്പോൾ ഇലക്ഷൻ തന്നെയാണ് എല്ലാവരുടെയും മാനദണ്ഡം. വഖഫ് അധിനിവേശത്തിൽ സമവായമല്ല വേണ്ടതെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. 38 ദിവസം പിന്നിടുന്ന സമരത്തോട് LDF, UDF മുന്നണികൾ പുലർത്തുന്ന അവഗണനയും ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളുമാണ് തുറന്നു കാണിക്കപ്പെടുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.